ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ബൺ ഇസ് ബ്യൂട്ടിഫുൾ, നല്ല ടേസ്റ്റാണ്, കാണാൻ നല്ല രസമാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹോട്ടലിലുള്ള ബുഫേ ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ ഹോട്ടൽ ഭയങ്കര വലുതാണ്, 2 ഫ്ലോറിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 4th ഫ്ലോർ ആൻഡ് ഗ്രൗണ്ട് ഫ്ലോറുണ്ട്. ഈ 4th ഫ്ലോറിലാണ് വന്നിരിക്കുന്നത് വിത്ത് വ്യൂ. എന്നിട്ട് ബുഫയാണ്. ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കോഫി ലാറ്റെ എടുത്തു, പിന്നെ ഓംലെറ്റ്, പിന്നെ ഇവിടുത്തെ ഓരോ ഈ ഫാറിസ്റ്റ് വരുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓപ്ഷൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ദിസ് സ്റ്റഫ് പോക്ക് ബൺ എന്ന് പറഞ്ഞിട്ടാണ്. ഈ ബൺ ഭയങ്കര ടേസ്റ്റാണ്, ഒരു ഫ്ലേവർഫുൾ ബ്രെഡ് ബണ്ണാണിത്. പിന്നെ ഈ സീസണൽ വെജിറ്റബിൾ എന്ന് പറഞ്ഞ സമയം സ്പീനച്ചും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും കാണുന്നു. ജസ്റ്റ് ഫ്രൈഡ് ന്യൂഡിൽസ്, സംതിങ് ഫിഷ്, സംതിങ്. ഇത് സൂപ്പാണ്. സൂപ്പിൻ്റെ അവിടുത്തെ അവർ ഓക്കെ. അങ്ങനെ നമ്മുടെ ഹോളിഡേ ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തിട്ടാണ് ഇന്ന് പുറത്തു പോകുന്നത്. ചെക്കൗട്ട് ചെയ്ത് ഇവിടെ ലഗേജ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ട് പുറത്തിറങ്ങാൻ പോവുകയാണ്. പക്ഷേ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തപ്പോൾ വെരി സാഡ് ചെയ്യണോ, ലൈക്ക് പെട്ടെന്ന് തീർന്നല്ലോ എന്നൊക്കെയൊരു ഫീലുണ്ട്. എന്തായാലും നല്ല പറ്റുള്ളൂ ഹോളിഡേ. നമ്മുടെ ഹോളിഡേയിലെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. നമ്മൾ റൂമിൽ നിന്ന് ഓൾറെഡി ചെക്കൗട്ട് ചെയ്തിട്ട് ലഗേജ് അവിടെ ഓൾറെഡി കൊടുത്ത് പുറത്തേക്ക് ഇന്ന് പോവാണ്. ഇനി നൈറ്റാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് ബാക്ക് ടു ദുബായ്. ഈ ഹോട്ടൽ ഇസ് ബ്യൂട്ടിഫുൾ ഹോട്ടൽ. amenities are really good, very spacious rooms and very nice hotel. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഹോട്ടൽ. ഈ ഏരിയ ഇസ് ഓൾസോ ഭയങ്കര നല്ലതാണ്. കാരണം ഇവിടെ നിന്ന് കുറേ ഈസി ടു കണക്ഷൻസ് വെരി ഈസിയാണ്. ബസ്സുണ്ട്, LRT ഉണ്ട്, MRT ഉണ്ട്, എല്ലാം ഉണ്ട്. മെയിൻ ഇൻ്റർചേഞ്ച് സ്റ്റേഷനിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒരു 24 hours ഓപ്പൺ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ഒക്കെ അടുത്തുണ്ട്. ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ എന്തായാലും ഈ ഹോട്ടലിൽ ഞാൻ മിസ് ചെയ്യും. എന്തായാലും വൈകിട്ട് ലഗേജ് എടുക്കുക, അവിടെ തിരിച്ചു വരണം. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പെൻഡിങ്ങുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫ്രം തായ്പേയ്. നമ്മളിവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. എന്താ പറയുക, ബസ് എനിക്കിപ്പോൾ വരും തോന്നുന്നു. ഇപ്പോൾ ബസ്സിലൂടെ ക്ലിയർ ആയിട്ട് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, ഈസ്റ്റ് ബൗണ്ട് ദിസ് പർട്ടിക്കുലർ ബസ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് പെട്ടെന്ന് വരും തോന്നുന്നു. ഈ സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഓപ്പോസിറ്റ് ഒരു പാർക്കുണ്ട്, നമ്മുടെ ചൈനീസ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറുള്ള ഒരു പാർക്ക്. അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഭയങ്കര ഹ്യൂമിഡ് ഡേ ആണ്. 32 degrees Celsius ആണ് ടെമ്പറേച്ചർ. ബട്ട് ഭയങ്കര ഹ്യൂമിഡ്. ഇവിടെ വന്നിട്ട് ഈ ഒരു 4 days ഇന്നാണ് ഏറ്റവും ഹ്യൂമിഡ് ആയിട്ടുള്ള ദിവസം. അങ്ങനെ ഇന്ന് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ദിഹുവ സ്ട്രീറ്റ്. ദിഹുവ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തായ്വാനിലെ വളരെ പഴയ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ആ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണ്ടത്തെ ക്യൂൻ ഡൈനാസ്റ്റിയുടെ സമയത്തൊക്കെയുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. അപ്പോൾ ഈ സ്ട്രീറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തായ്വാനീസ് ട്രഡീഷണൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ചൈനീസ് ഹെർബൽ മെഡിസിനൽ ഹെർബ്സും പിന്നെ ടീ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. മാത്രമല്ല ഈ ലൂണാർ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭയങ്കര സെലിബ്രേഷൻ ആണല്ലോ ഈ ഏരിയയിൽ, മറ്റേ തായ്വാൻ, ചൈന, സിംഗപ്പൂർ ഈ സ്ഥലത്തൊക്കെ. ആ സമയത്താണ് ഇവിടെ ചൈനീസ് ലാൻറ്റേൺസ് കൂടുതൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. ആ സമയത്ത് അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങാനും ആ ഡെക്കറേഷൻസ് കാണാനൊക്കെ വരാൻ പറ്റുന്ന സ്ഥലമാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇത് പറയുന്നത് ഇവിടുത്തെ ട്രഡീഷനും മോഡേൺ സംഭവം കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു സ്ട്രീറ്റാണെന്ന് പറഞ്ഞത്. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു ഹെർബ്സിൻ്റെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് എക്സ്പ്ലോർ ദി സ്ട്രീറ്റ്, ദിഹുവ സ്ട്രീറ്റ്. ഈ ദിഹുവ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരുണ്ട്, കുറേ പേര് വ്ളോഗൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. അതൊരു സ്ട്രീറ്റാണ്. നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുന്നു അങ്ങനെ. അപ്പോൾ ഒരു ചെറിയൊരു ആലി ഉണ്ട് ബാക്കിൽ, നല്ല ഭംഗിയുള്ള ഒരു ആലി. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. ഇവിടെ ഒരു ടീ ഹൗസ് എന്നുള്ള ബോർഡ് കണ്ടോളൂ. ഈ തായ്വാനീസ് കൾച്ചറിൻ്റെ ഭയങ്കര പ്രോമിനൻ്റ് പാർട്ടാണ്
ഹാവിങ് ടീ. ഒരുപാട് ടീ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കും ഫ്രണ്ട്സുമായിട്ട് ഗെറ്റ് ടുഗെദർ എന്ന് പുറത്ത് പോകുമ്പോൾ ദേ നോർമലി മീറ്റ് ഇൻ ദിസ് ടീ ഹൗസസ് ആൻഡ് ജസ്റ്റ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീ, ഉലോങ് ടീ, അങ്ങനത്തെ ടീ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കും. അത് ഇവരുടെ കൾച്ചറിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇതാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് വന്ന് ടീ ഹൗസ് എന്നുള്ള പേരില്ല, നമ്മൾ ചായക്കട, ടീ ഷോപ്പ് അല്ലെങ്കിൽ ബേക്കറി അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇവിടെ ടീ ഹൗസസ് എന്ന് പറഞ്ഞിട്ട് അവരവിടെ ടീ സെറ്റ് വെക്കുന്ന നമ്മുടെ ആ ടീ പോട്ടും വിത്ത് ഗ്രീൻ ടീ ലീവ്സ് ഒക്കെ ഞാൻ കാണിച്ച പോലത്തെ അങ്ങനത്തെ ഒരു ടീ ഹൗസസ് ഈ ഇവിടുത്തെ കൾച്ചറിൻ്റെ ഭയങ്കര പ്രോമിനൻ്റ് ആയ ഒരു കൾച്ചർ, ഒരു പാട്ടാണത്. ചൈനീസ് മെഡിസിനൽ ഹെർബ്സ് വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കിട്ടില്ലേ, എന്താ പറയണം, ഒരു പുളിയുടെ പോലത്തെ ഒരു സംഭവം ഉണ്ട്, നമ്മുടെ നാട്ടിലുള്ള സംഭവമാണ്. ഇത് വെച്ചിട്ട് അവർ ഡിഷ് ഉണ്ടാക്കും. ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഡിഷ് കഴിച്ചിരുന്നു. ഇത് അതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത്. നമ്മൾ ജമന്തിപ്പൂ എന്ന് പറയുന്ന പൂവില്ലേ, അതിൻ്റെ 2 കളറിലുള്ള സംഭവം. ഇത് ആക്ച്വലി ഫ്ലവർ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഉണക്കി പാക്കറ്റിലാക്കി വന്നിട്ടുള്ള സംഭവമാണ്. ക്രിസന്തം സംതിങ് അങ്ങനെയാണ് പറയുന്നത്. ഇതും പിന്നെ ഒരുപാട് ഫ്ലവർ ടീ വേരിയേഷൻസ് ഉണ്ട്. പിന്നെ ഇത് മൾബറി ലീവ്സിൻ്റെ ടീ. ഇത് എന്ത് ലീവാണ്? ഇത് ഭയങ്കര എന്താ പറയുക, റിലാക്സിങ് ടീ ആണ് കേട്ടോ ഈ സംഭവം. ഇതിൻ്റെ പേരെന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതല്ലേ, ഇപ്പം വിശക്കുന്നു. അപ്പോൾ നമ്മൾ കഴിക്കാനൊരു ഓപ്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് തായ്വാനീസ് ഫുഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ പോക്ക് അവരുടെ അവരുടെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് വെച്ചാൽ റൈസും ബ്രേസ്ഡ് പോക്ക് എന്ന് പറഞ്ഞാൽ പോക്ക് ഇങ്ങനെ ഭയങ്കര സ്ലൈറ്റ്ലി ചോപ്പ് ചെയ്തിട്ട് അതൊരുമാതിരി സൂപ്പി പോലെ ഇടുന്നൊരു, അത്ര വലിയ സ്പൈസി ഒന്നും ഇല്ലാത്ത പക്ഷേ ഭയങ്കര ഫ്ലേവർഫുള്ളായ ഒരു ഡിഷാണ് അവരുടെ മെയിൻ സംഭവം. പിന്നെ നമ്മുടെ പോക്ക് ഡംപ്ലിങ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തായ്വാനീസ് ഫുഡ് ട്രൈ ചെയ്ത് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇനി കഴിക്കാത്ത വേറെ ഐറ്റം ഒന്നും അങ്ങനെ നോക്കിക്കൊണ്ട് മെനു നോക്കി നടക്കുകയാണ്. വിശക്കുന്നുണ്ട്. പിന്നെ ബബിൾ ടീയുടെ ഷോപ്സ് എവറി കോർണർ ഉണ്ട്, കാരണം തായ്വാനാണ് അത് കണ്ടുപിടിച്ചതും. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് പ്ലസ് ബബിൾ ടീ. ഈ റോസ് ടീ കണ്ടിട്ട് എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ട്. ഇത് പാക്കിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നോർമലി ഹോട്ട് വാട്ടർ, നമ്മുടെ ബോയിലിംഗ് വാട്ടറിൽ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അത് ടീ ആയിട്ട് കുടിക്കാനാണ്. ഇതൊക്കെ ചൈനീസിലാണ് ബാക്കിയൊക്കെ എഴുതിയിരിക്കുന്നത്, പക്ഷെ കുറച്ച് പിക്ചേഴ്സ് അവിടെ കൊടുത്തിരുന്നു. ഇതൊരു ബ്ലൂ, ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു പൂവുണ്ട്. ഇത് ഫിഗ്സ് ആണ് കേട്ടോ, ഫിഗ് റെഡി ടു ഈറ്റ് ആയിട്ട് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗി. എനിക്ക് തോന്നുന്നൊരു ഭംഗി കണ്ടിട്ട് ഞാൻ കുറേ സാധനം എടുക്കുന്നത്. ബ്യൂട്ടിഫുള്ളി ഒരു മ്യൂട്ടഡ് വയലറ്റ് ഒക്കെ പോലെ ആയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ്. ഞാൻ ഇവിടെ ചക്ക കണ്ടു, പക്ഷെ അത് വിയറ്റ്നാമിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. ഡ്രൈ ആയിട്ടുള്ള ഇവിടെ കടയിൽ ഇപ്പോൾ ഭയങ്കര തിരക്കായിട്ടുണ്ട് കേട്ടോ, വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ ഒരു മെസ് ഉണ്ടാക്കുന്നുണ്ട്. ഫ്രൂട്ട് ചിപ്സ്, ചക്ക ഉണ്ട്, കായ ഉണ്ട്. ഇത് പയറല്ലേ? ഇത് വെജിറ്റബിൾ ചിപ്സ് എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കൊക്കെ ഉണ്ട് ഇതിനകത്ത്. എനിക്കൊരു അവിയൽ മിക്സ് ആയിട്ടാണ് തോന്നുന്നത്. ഈ മാർക്കറ്റ്, ഈ സ്ട്രീറ്റ് ഭയങ്കര വലുതാണ് കേട്ടോ. ഒരു ഫുൾ പാച്ച് ഓഫ് ബിൽഡിങ്സ് കഴിഞ്ഞു. അവിടെ കുറേ ഇതുപോലത്തെ കുറേ നമ്മൾ ഫ്രൂട്ടിയും ബിൽഡിങ് സിമിലർ പ്രോഡക്ട്സും. എന്നാലും എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട്. നല്ലൊരു അരോമയാണ്. ഇങ്ങനത്തെ ഒരു, നമ്മൾ ഏത് സിറ്റിയിൽ പോകുമ്പോഴും നമ്മുടെ അവിടുത്തെ ഒരു പഴയ മാർക്കറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല മണം ഉണ്ടാവും. അവിടുത്തെ ഒരു ഹെർബ്സിൻ്റെയും മെഡിസിൻസിൻ്റെ ഒക്കെ അത് നല്ല രസമുണ്ട് കാണാനായിട്ട്, കേൾക്കാനായിട്ട്. ഇത് ചാക്ക് കണക്കിനാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത് റോസെല്ല എന്ന് പറയുന്ന ഒരു സംഭവം. ഇതിനെപ്പറ്റി പണ്ട് ഞാൻ ഗൂഗിൾ ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ ഇതുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞൂടാ. എന്തിൻ്റെ ഒരു പൂ പോലെയാണ് ഇതിരിക്കുന്നത്. പക്ഷേ ഇതിവിടുത്തെ മെയിൻ സംഭവമാണ്. കാരണം ഇന്നലെ നമ്മൾ കഴിച്ച സ്ഥലത്ത് ഒരു വെജിറ്റബിൾ പോലെ അവരാക്കി തന്നു. ഇതിപ്പോൾ ഡ്രൈ ആക്കിയിട്ട് ചാക്ക് കണക്കിനാണ് വെച്ചിരിക്കുന്നത്. ദാറ്റ് മീനിങ് അത് അത്രയും മൂവിങ് ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഇതെന്തോ ഭയങ്കര ബോഡിക്ക് നല്ലൊരു സംഭവമായിരിക്കും.
വരുമ്പോൾ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് നല്ലൊരു ഓപ്ഷനാണ്. ഒന്ന് നമുക്ക് ഇവിടുത്തെ കുറച്ച് കൾച്ചറൊക്കെ കുറച്ചും കൂടെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഓൾഡ് സ്ട്രീറ്റ്. ഭയങ്കര ഒരു കമേഴ്ഷ്യൽ ഹബ്ബാണെന്നാണ് പറയുന്നത്. ഈ ഏരിയ ജനറേറ്റ് ലോട്ട്സ് ഓഫ് ഇൻകം ഇതിനെന്ന് പറഞ്ഞിട്ട് ഈ കൺട്രിക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഒരുമാതിരി ട്രേഡിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. ഹ്യൂജ്. നമ്മൾ കണ്ടത് ജസ്റ്റ് 2 പാച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ കാണുന്ന ഇതെന്നാണ് നമുക്ക് ഒരുപാട് ഈ ഫ്രൂട്ടി ഓപ്ഷൻസ്, നമ്മുടെ ഉലോങ് ടീ ഓർ കുറേ സുവനീർസ് ഒക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഫ്ലവർ ടീയുടെ 2 ഓപ്ഷൻ കണ്ടു. ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സീ. അപ്പോൾ നമ്മളൊന്നും അവിടെ അധികം കാണാറില്ലല്ലോ. അവിടെ കാണുന്നത് ഹൈലി ബ്രാൻഡഡ്, ഹൈലി എക്സ്പെൻസീവ് സംഭവം. ഇത് നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ 2 ഫ്രൂട്ടി വാങ്ങിച്ചിട്ടു. ഇനി ഉലോങ് ടീ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു ഷോപ്പിലെത്തിയപ്പോൾ അവിടുത്തെ ലേഡി പറഞ്ഞു ഉലോങ് ടീ ഇതായിരുന്നു പറഞ്ഞിട്ട്. അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹെൽപ്ഫുൾ ആൻഡ് ഭയങ്കര പാവ ആൾക്കാരാണ് കേട്ടോ. അവരെന്നെ ഇവിടേക്ക് വരാൻ പറഞ്ഞു. വിച്ച് ഉലോങ്? ജിൻഷുങ് ഉലോങ്. ഓക്കെ. This is Dongting Oolong tea. In Taiwan, different mountain, different oolong. അവർ പറയുന്നത് തായ്വാനിൽ ഓരോ മൗണ്ടൻസും അനുസരിച്ച് അവരുടെ ടീൻ്റെ ഫ്ലേവർ വ്യത്യാസം വരും. ഇതൊക്കെ ഉലോങ് ടീ ആണ്. പക്ഷേ ഓരോ മൗണ്ടൻ ഇന്നലെ നമ്മൾ മൊക്കോങ്ങിൽ പോയപ്പോൾ അവിടുത്തെ വേറെ കിട്ടിയില്ലേ? വാട്ട് വാസ് ദ നെയിം യു സെഡ്? Dongting Oolong. That is in Chinese. Dongting. Mount Dongting. Mount Dongting. Okay. Then you have Yang Tai? No. Yin Tai? Mokong? Mokong. Mokong. Mokong is 铁观音. No, we don't have. ഞാൻ ഇവിടുത്തെ സ്ട്രീറ്റിൽ നടക്കുന്ന സമയത്ത് കുറേ സ്ഥലം വന്ന് നമ്മളോട് കാണുന്ന ഷേവ്ഡ് ഐസ് എന്ന് പറഞ്ഞിട്ട് അത് പല പല ഫ്രൂട്ട് ഫ്ലേവർ മിക്സ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ ദുഹുവ മാർക്കറ്റിൽ അതിനൊരു നല്ലൊരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ കുറേ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്ഥലമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചൂസ് ചെയ്തത് ഷേവ് ഐസ് വിത്ത് മാംഗോ. നമുക്ക് ടോപ്പിങ്ങിന് ടാരോ ബോൾസ്, അതാണ് ഈ കളറിൽ ലൈറ്റ് കളറായിട്ടിരിക്കുന്നത്. കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ ഇറ്റ്സ് എ ബിഗ് പോർഷൻ. കഴിച്ചു നോക്കട്ടെ, ഇത് മൊത്തം കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന്. കണ്ടിട്ട് നല്ല രസമുണ്ട്. ഈ സാധനം ടാരോ ബോൾസ് എന്ന് പറയും. ഇവിടെ കുറേ സ്ഥലത്തുണ്ട് നമ്മൾ ഈ ടാരോ ബോൾസ്, ടാരോ പുഡിംഗ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത് നമ്മുടെ ടാപ്പിയോക്കയില്ലേ, നമ്മുടെ കപ്പ നാട്ടിലെ ആ കപ്പയുടെ പൊടി വെച്ചിട്ടുണ്ട് അവരുണ്ടാക്കുന്നത്. അതും ജെല്ലി എന്തോ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇവിടുത്തെ ബബിൾ ടീയിലൊക്കെ ആ ആ പേളില്ലേ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ടാരോ ബോൾസ് യൂസ് ചെയ്യും. ഇതിൻ്റെ പേര് നല്ല രസമില്ലേ, ടാരോ. നല്ല സ്റ്റൈലിഷ് പേര്, ടാരോ ബോൾസ്. നമ്മളങ്ങനെ ദിഹ്വ സ്ട്രീറ്റിൻ്റെ അടുത്ത് ബൈ പറയാണ്. നമ്മൾ ക്വിക്ക്ലി ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. കുറച്ച് ചെറിയ സംഭവങ്ങളൊക്കെ ഷേവ്ഡ് ഐസ് അത് കഴിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോകാം. കാരണം ഇന്ന് സമയം ഭയങ്കര കുറവാണ്. ഇന്ന് ഈവനിങ് നമുക്ക് തിരിച്ചു പോകണം. ഓക്കെ, ബൈ ബൈ സ്ട്രീറ്റ്സ്. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഏരിയയിലുള്ള ഒരു സ്ഥലത്ത് നമ്മളുള്ളത്. ബ്യൂട്ടിഫുൾ. ഞാനെപ്പോഴും ഈ സിറ്റിയെ പറ്റി പറയില്ലേ, ബ്യൂട്ടിഫുൾ ഒരു അണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കര കമേഴ്ഷ്യൽ പാർട്ട് ഓഫ് ദി സിറ്റിയാണ്. ഇവിടെ വേൾഡ് ട്രേഡ് സെൻറ്ററും തായ്പേയ് മെയിൻ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഏരിയയിൽ. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ 101 ബിൽഡിംഗ് കാണാൻ പറ്റും. ഇപ്പോൾ ഈവനിങ് ഓഫീസൊക്കെ കഴിഞ്ഞ ആൾക്കാർ പോകുന്ന സമയമായിട്ടുണ്ട്. എന്നാലും റോഡിൽ നമ്മൾ ബസ്സിലാണ് വന്നത്. 20-25 മിനിറ്റ്സ് ബസ്സിൽ ഇരുന്നിട്ട് വന്നാൽ ദർ വാസ് നോ ട്രാഫിക് അറ്റ് ഓൾ എക്സെപ്റ്റ് ദ സിഗ്നൽസ്. ഇപ്പോഴാണെങ്കിൽ ഈവനിങ്, പകൽ നല്ല ഹ്യൂമിഡ് ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ ഇപ്പം നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. ഈ സ്ഥലം ഭയങ്കര ക്ലീനാണ്, ഭയങ്കര ക്ലീൻ ആൻഡ് നല്ല ഭംഗിയിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാൻസും ബിൽഡിങ്സിൻ്റെ സ്ട്രക്ചേഴ്സും കളറും ഒക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റാണിത്. ഈ ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഏരിയയിൽ എപ്പോഴും നമ്മൾ കാണുന്നത് കുറച്ച് ഹൈ റൈസ് ബിൽഡിങ്സും എപ്പോഴും ബിസി ആയിട്ട് നടക്കുന്ന കോർപ്പറേറ്റ് ആൾക്കാരൊക്കെയാണല്ലോ. ഇപ്പോൾ ഏത് സിറ്റിയിൽ പോയാലും അവിടെ CBD ഏരിയയിലൊക്കെ അങ്ങനെയാണ്. ആ സെയിം ആണ് ഇവിടെയും. ടോൾ ബിൽഡിംഗ്. അപ്പോൾ നമുക്കെന്തോ ഭയങ്കര സീരിയസ് ബിസിനസ് ഹാപ്പനിങ് ഇതായിരുന്നു തോന്നുന്ന തരത്തിലുള്ള സ്ഥലം. ആസ് യൂഷ്വൽ തായ്പേയുടെ എല്ലാ ഭാഗത്തുള്ള പോലെ ഭയങ്കര വൈഡായിട്ടുള്ള സ്ട്രീറ്റ്സ്, വൈഡായിട്ടുള്ള പേയ്മെൻറ്റ്, ക്രോസ് വാക്സ് എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട്
നമ്മുടെ വാക്കബിൾ ഡിസ്റ്റൻസിൽ 101. അപ്പോൾ 101ൻ്റെ അടുത്ത് പിക്ചേഴ്സ് എടുക്കുന്ന ഒരുപാട് ടൂറിസ്റ്റ് അപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാനും കുറേ ട്രൈ ചെയ്തു. ഇവിടെയാണെങ്കിൽ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ ഒരുപാട് പ്രായമായ ആൾക്കാരെ കണ്ടു. നമ്മൾ വേറെ കുറേ ചില സിറ്റീസിലൊന്നും നമ്മൾ ഭയങ്കര ഓൾഡായിട്ടുള്ള ആൾക്കാരെ കാണില്ല. ഇവിടെ വയസ്സായ ആൾക്കാരെല്ലാം വാക്കറും വീൽ ചെയർ വെച്ചിട്ടും സ്വന്തമായിട്ട് ബസ്സിലും ഒക്കെ കയറി പോകുന്നുണ്ട്. അങ്ങനെ കുറേ പേര് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം എന്നെ നോക്കി ഒന്ന് ചിരിച്ചു, ഞാനും തിരിച്ചിരിച്ചു. കാരണം ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവർക്ക് തോന്നി, ഓ പാവം, നമ്മളെന്നും കാണുന്ന ബിൽഡിംഗ് ഇവർ പാവങ്ങൾ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കാൻ തോന്നുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ടോ ദ മാഗ്നിഫിഷ്യൻറ്റ് 101. നമ്മൾ ബസ് ഇറങ്ങി ഒരു കുറച്ച് നടക്കാനുണ്ട്. നടന്ന് നേരെ വന്നപ്പോൾ മുന്നിൽ അതിൻ്റെ ഭയങ്കര സ്പെക്ടക്കുലർ വ്യൂ ആണ്. ഇതിന് തൊട്ടടുത്ത് തായ്പേയ് 101 വേൾഡ് ട്രേഡ് സെൻ്ററാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് കയറി വരുന്നത് അതിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. ഇതിന് തൊട്ട് താഴെ നിൽക്കുമ്പോൾ നമ്മൾ ബുർജ് ഖലീഫിൻ്റെ താഴെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് മനസ്സിലാവാത്തൊരവസ്ഥയില്ലേ. അതുപോലെയാണ് ദൂരെ നിന്ന് കാണുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. തായ്പേയ് 101 എന്ന് പറഞ്ഞിട്ടുള്ള സ്പെക്ടാക്കുലറായ ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ്. ഈ ബിൽഡിംഗ് ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ്. ലോകത്തെ 10 ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 508 മീറ്ററാണ്. ഇതെല്ലാം ഗൂഗിളിൽ കിട്ടിയ ഇൻഫർമേഷൻ ആണ് കേട്ടോ. പക്ഷേ ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം പറയാം. 2004 ഈ ബിൽഡിംഗ് ഓപ്പൺ ചെയ്ത സമയത്ത് ഇതിൻ്റെ പേര് വേൾഡ് ട്രേഡ് ഫിനാൻഷ്യൽ സെൻറ്റർ എന്നായിരുന്നു. തായ്പേയ് വേൾഡ് ട്രേഡ് ഫിനാൻഷ്യൽ സെൻറ്റർ. ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു ഇത് 2004. പിന്നെ എന്ത് പറ്റി, 2009 നമ്മുടെ സ്വന്തം ബുർജ് ഖലീഫ വന്നിട്ട് ഇതിനെ ടേക്ക് ഓവർ ചെയ്തു 828 മീറ്റേഴ്സുമായിട്ട്. 828 അപ്പം ഇതിൻ്റെ സ്ഥാനം ഒന്നാം സ്ഥാനത്ത് നിന്ന് മാറി. പിന്നെ വേറെ ബിൽഡിങ്സ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇതിപ്പോൾ 10th പൊസിഷനിലാണ്. പക്ഷേ തായ്വാനിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണിത്. ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്കും കൂടിയാണ്. ഈ സിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന സംഭവമാണ് തായ്പേയ് 101. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 101 ബിൽഡിംഗ് വരെ ഫ്ലോർ വരെ നമുക്ക് പോവാം. ഒബ്സർവേറ്ററിയിൽ 3 ലെവലുണ്ട് പോകാനായിട്ട്. 89, 101, 1 more ലെവൽ വരെ നമുക്ക് പോകാം. ഡിഫറെൻറ്റ് ടിക്കറ്റ് റേറ്റ്സ് ആണ്. പക്ഷെ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ്സ് നോക്കിയപ്പോൾ 101 ടോളസ്റ്റിലേക്കുള്ള അവൈലബിലിറ്റി ഇന്നത്തേക്കില്ലായിരുന്നു. സോ മേ ബി വാക്ക് ഇൻ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അകത്ത് പോയി നോക്കാം ടിക്കറ്റ് ഇവിടുന്ന് കിട്ടുമോ. നമുക്ക് ഉള്ള ടൈം നമുക്കിനി 1 hour ഉള്ളൂ. ആ 1 hour സ്ലോട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ആക്ച്വലി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സമയമാണ്. കാരണം ചെറുതായിട്ട് ഇരുട്ടായി ലൈറ്റ്സ് ഒക്കെ ഓണായി വരുന്ന സമയമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒബ്സർവേറ്ററിയുടെ ടിക്കറ്റ് കൗണ്ടറിലെത്തിയപ്പോഴാണ് ഇപ്പോഴൊന്നും സ്ലോട്ടില്ല. ഇന്ന് 101 ഫ്ലോറിലേക്ക് ഇന്നേ ഇല്ല. ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നൊരു 3 hours നിൽക്കേണ്ടി വരുന്നു ആ ക്യൂ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. നമുക്കിന്ന് നൈറ്റ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒബ്സർവേറ്ററി കഴിഞ്ഞ് ഇവിടെയുള്ളൊരു 3D ഒരു പ്രസൻറ്റേഷൻ പോലെ ഉണ്ട്, അതും കണ്ട് ഇവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാരോട് ടാറ്റാ പറഞ്ഞിട്ട് നമ്മൾ 101 ബൈ പറഞ്ഞത്. കുഴപ്പമില്ല. നമ്മൾ ആക്ച്വലി ഇന്നലെ ഗൊണ്ടോള ഇതിൽ പോയപ്പോൾ നമ്മൾ അതിലും ഹൈറ്റിൽ പോയി നമ്മളൊരു സ്കൈ വ്യൂ ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ നമ്മൾ 101ൻ്റെ ടിക്കറ്റ് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ തിരിച്ച് വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ബബിൾ ടീ കൂടെ കുടിച്ചു. പിന്നെ ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ അടിപൊളിയാണ് കേട്ടോ. ഫ്രൈഡ് ചിക്കൻ വലിയ പീസായിട്ട് കിട്ടും, പക്ഷെ ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. ചെറിയ പീസായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അതും കഴിച്ചു, ബബിൾ ടീം കഴിച്ചിട്ടും ഇവിടെ ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി ഈ മോളൊന്ന് കണ്ടിട്ട് തിരിച്ച് ഹോട്ടലിൽ പോയി ലഗേജ് എടുത്ത് എയർപോർട്ടിൽ പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു തായ്പേയ് സിറ്റി എന്നുള്ള എൻ്റെ ലാസ്റ്റത്തെ വ്ളോഗായിരിക്കും ഈ ട്രിപ്പിലുള്ള. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളുടെ അടുത്തൊന്ന് ഇവിടെ നിന്നൊന്ന് ബൈ പറയാം.
ബാക്കി എയർപോർട്ട് വന്നിട്ട് നമുക്ക് പിന്നെ കാണാം. ഈ ബ്യൂട്ടിഫുൾ സിറ്റി എൻ്റെ ഫ്രണ്ടിൽ 101, ബാക്കിൽ എന്തൊക്കെയോ നല്ല നല്ല ഐക്കോണിക് ബിൽഡിങ്സ്, നൈറ്റ് സ്കൈ ആൻഡ് നൈറ്റ് ലൈറ്റ്സ് ഉള്ള ഈ ബ്യൂട്ടിഫുൾ സിറ്റിയിൽ ഐ എം ഗോൺ ടു മിസ് ദ സിറ്റി. അടിപൊളി സിറ്റിയാണ്. ഇവിടെ ആക്ച്വലി ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ അവരുടെ ടെമ്പിൾസും അവരുടെ ചൈനീസ് ടൈപ്പ് ആർക്കിടെക്ചറും ഇഷ്ടമാതിരി ഉണ്ട്. മോഡേൺ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ലൈക്ക് ഒരു ഹബ്ബാണ്. മൻഹാട്ടൻ ഓഫ് എന്താ പറയുക, തായ്വാൻ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ന്യൂയോർക്ക് സിറ്റീൻ്റെ അതുപോലെ അടുത്ത് ഉണ്ടാക്കിയിരിക്കണം, പക്ഷേ ഇറ്റ്സ് ഈവൻ ബെറ്റർ ദാൻ ന്യൂയോർക്ക് സിറ്റി ഓർ ബ്രൂക്ലിൻ അങ്ങനത്തെ. സോ ഇവിടുത്തെ സിറ്റി ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. ഞാൻ ഇതുവരെ കണ്ട സിറ്റീസിൽ ഏറ്റവും ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടുള്ള 15 കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ തായ്പേയ് സിറ്റിയാണ്. വെൽ മെയിൻറ്റെയിൻ, വെൽ ഓർഗനൈസ്ഡ്, എന്താ പറയുക, നമുക്കൊരു ലൈക്കബിലിറ്റി വരുന്ന നല്ലൊരു സ്ട്രീറ്റ്, നല്ലൊരു സിറ്റി. അപ്പോൾ ബൈ ഫ്രം തായ്പേയ് ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട്. അങ്ങനെ നമ്മൾ ഫാമിലി മാർട്ടിന് ലാസ്റ്റ് മിനിറ്റ് ഒരു ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അവർ കുറെ സജസ്റ്റ് ചെയ്തു. പിന്നെ ഇതൊക്കെ നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അതിന് സമയമില്ല, ഓട്ടത്തില്ല. അവർ പറഞ്ഞ് നല്ലതാണ് പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി പെട്ടെന്ന് എടുത്തിട്ട് കവറിലിട്ടിട്ട് നമ്മളങ്ങനെ ഹോളിഡേ കഴിഞ്ഞിട്ട് എയർപോർട്ടിലാണ് എമിറേറ്റ്സിൽ ചെക്കിൻ കൗണ്ടേഴ്സിൽ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ സ്റ്റാഫ് നമ്മൾ വേറെ വെരി പ്ലസൻറ്റ് സ്റ്റാഫ്. ഈ മൊത്തം കൺട്രിയിൽ ഭയങ്കര കസ്റ്റമർ സർവീസ്, ഭയങ്കര ഹമ്പിളായ ആൾക്കാരാണ്. അപ്പോൾ തായ്വാൻ എയർപോർട്ടിലാണുള്ളത്, ടെർമിനൽ 1. നമ്മുടെ എമിറേറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ടെർമിനൽ 1 എന്നാണ് കേട്ടോ. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒട്ടും തിരക്കില്ല പുറത്ത്. നോർമലി എയർപോർട്ടിലൊക്കെ അറിയാമല്ലോ, ദുബായിലുള്ള മിക്ക സിറ്റിയിലും ഒരു ഫ്യൂ സെക്കൻഡ്സ് നിർത്തുമ്പോഴേക്കും എന്താ പറയുക, പെട്ടെന്ന് പോകാൻ പറയും. ഇതിപ്പോൾ സമാധാനമായിട്ടുള്ള ഇറക്കി വണ്ടിയൊക്കെ ബാഗൊക്കെ തന്നു അകത്ത് പോകുമ്പോൾ ഭയങ്കര പീസ്ഫുൾ. ഇന്നത്തെ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് 100+ സീറ്റ്സ് ഫ്ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് കൗണ്ടേഴ്സിലും വലിയ തിരക്കൊന്നുമില്ല. ഈ എയർപോർട്ടിലെ ചെക്ക് ഇൻ കൗണ്ടേഴ്സിൻ്റെ ഫോമാറ്റും ഒക്കെ കാണുമ്പോൾ കൊച്ചി എയർപോർട്ട് ഓർമ്മ വരും. ബിക്കോസ് കൊച്ചി എയർപോർട്ടിൽ ഒരുമാതിരി ഈ വുഡൻ കളറാണല്ലോ ഇപ്പോൾ പുതിയ ഇൻ്റർനാഷണൽ ടെർമിനൽ വന്ന ശേഷം. അപ്പോൾ അതുപോലെയാണ് ഏരിയ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട്. എമിറേറ്റ്സിൻ്റെ ഏരിയ 6 ചെക്ക് ഇൻ. വെരി ഈസി ആയിരുന്നു. ചെക്ക് ഇൻ കൗണ്ടർ സ്റ്റാഫും എന്താ പറയുക, ഹാൻഡ്ലിംഗ് ഏജൻസി സ്റ്റാഫും എല്ലാവരും ഭയങ്കര കർട്ടീസ് ആൻഡ് ഹമ്പിൾ സ്റ്റാഫാണ്. ഈ കൺട്രിയിൽ മൊത്തം പറയേണ്ടത് ആൾക്കാരെ പറ്റിയാണല്ലോ. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റിന് ഈ 1 hour+ ഉണ്ട്, ഓൾമോസ്റ്റ് 1 hour 30 minutes ഉണ്ട് ഫ്ലൈറ്റ്. എനിക്കൊന്ന് റിട്ടേൺ ഫ്ലൈറ്റ് ഇസ് ലോങ്ങർ, 9 hours സംതിങ് ആണ് ഫ്ലൈറ്റ്. ഇനി എന്തെങ്കിലും കഴിക്കണം. ലഞ്ച് തുടങ്ങി നമ്മളൊന്നും കഴിച്ചിട്ടില്ല. കൂടി ഒരു ബബിൾ ടീ പ്ലസ് സം ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഫ്രൈഡ് ചിക്കൻ അങ്ങനത്തെ. അപ്പോൾ എന്തെങ്കിലും പ്രോപ്പറായിട്ട് കഴിക്കണം. ഉള്ളിൽ എന്തെങ്കിലും നല്ല ഉണ്ടാവുമെന്ന് വിചാരിക്കണം.